അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈദ് എന്നുള്ള പാഠമാണ് നമ്മൾ ഉറുദുവിൽ പഠിച്ചിരുന്നത് അല്ലേ? നമ്മുടെ മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന പെരുന്നാളിനെ കുറിച്ചാണ് നമ്മുടെ പാഠമുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ധാരാളം ആഘോഷങ്ങളുണ്ട്. അവയിൽ പലതും ഓരോ മദ്ഹബുമായിട്ട്, ഓരോ മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുസ്ലിമീങ്ങൾ അവരുടെ ഏറ്റവും വലിയ ആഘോഷമായിട്ടാണ് ഈദ് എന്നുള്ളത്, പെരുന്നാൾ എന്നുള്ളത് കാണുന്നത്. അതുപോലെ തന്നെ റമദാൻ മാസത്തിലെ 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞിട്ടാണ് ഈദ് വരുന്നത്. അപ്പോൾ നോമ്പിനെ കുറിച്ച് അല്പം കൂടി വിശദീകരിച്ചു. പിന്നീട് പെരുന്നാളിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് നമ്മുടെ പാഠത്തിൽ പോയി അല്ലേ? ഏതായാലും ഈദിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്, പെരുന്നാൾ വരവേൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള സ്ത്രീകൾ വീടുകൾ വൃത്തിയാക്കുകയും നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് ചെയ്യുക എന്നുള്ളത്, പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് അല്ലേ? പണ്ട് കാലത്തൊക്കെ ഈദ്ഗാഹ് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പള്ളികൾ വളരെ ചെറിയതായതിനാൽ തന്നെ പെരുന്നാൾ നിസ്കരിക്കാൻ വരുന്ന എല്ലാവരെയും പള്ളിയിൽ കൊള്ളണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ എന്ത് ചെയ്യും, ഒരു വലിയ മൈതാനം തിരഞ്ഞെടുത്ത് അവിടെ വെച്ചിട്ടാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാറുള്ളത്. ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ ഈ ഒരു പ്രവണത നമുക്ക് കാണാൻ സാധ്യമാണ്. ഓക്കെ, ഏതായാലും ആ മൈതാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈദ്ഗാഹ് എന്ന് പറയാറുള്ളത്. അപ്പോൾ വലിയവരും ചെറിയവരുമായിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു, ഈദ്ഗാഹിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ വലിയ വലിയ പള്ളികളിലേക്ക് പോയിട്ട് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നുവെന്നുള്ള കാര്യമാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നോക്കുക. छोटे बड़े सभी ईदगाह या बड़ी मस्जिदों में ईद की नमाज पढ़ने जाते हैं. ഓക്കെ, ചോട്ടെ എന്ന് പറഞ്ഞാൽ ചെറിയവർ, ബഡെ എന്ന് പറഞ്ഞാൽ വലിയവർ. അപ്പോൾ വലിയവരും ചെറിയവരും സബി എല്ലാവരും ഈദ്ഗാഹ് യാ അല്ലെങ്കിൽ ബഡി മസ്ജിദോമേ വലിയ വലിയ പള്ളികളിൽ ഈദ് കി നമാസ് പഠ്നെ ജാത്തെ ഹൈ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുവെന്നർത്ഥം. ഓക്കെ, നമാസ് എന്ന് പറഞ്ഞാൽ നിസ്കാരം, നമാസ് പഠ്ന എന്ന് പറഞ്ഞാൽ നമസ്കാരം നിർവഹിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ കഴിഞ്ഞ ദിവസം നമാസ് ആദാ കർണ എന്ന് പഠിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് നമാസ് പഠ്ന എന്നുള്ളത്. നമാസ് പഠ്നെ ജാത്തെ ഹൈ എന്ന് പറഞ്ഞാലോ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുവെന്നർത്ഥം. ഓക്കെ, नमाज पढ़ने के बाद आपस में गले मिलते हैं और एक दूसरे को ईद की मुबारकबाद देते हैं. ഓക്കെ, നമാസ് പഠ്നെ കെ ബാദ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ആപ്പസ് മേ എന്ന് പറഞ്ഞാൽ പരസ്പരം, ഗലെ മിൽത്തെ ഹൈ ഗല എന്ന് പറഞ്ഞാൽ കഴുത്തിനാണ് പറയുക, മിൽന എന്ന് പറഞ്ഞാൽ ചേരുക എന്നാണല്ലോ. ഗലെ മിൽന എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമാസ് പഠ്നെ കെ ബാദ് ആപ്പസ് മേ ഗലെ മിൽത്തെ ഹൈ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം അവർ പരസ്പരം ആലിംഗനം ചെയ്യുന്നു. ഓർ പിന്നെ ഏക് ദൂസരേക്കോ ഒരാൾ മറ്റൊരാൾക്ക്, ഏക് ദൂസരേക്കോ എന്ന് പറഞ്ഞാലും ആപസ്മേ എന്നുള്ള ഒരു ആശയമാണുള്ളത്. പരസ്പരം ഈദ് കി മുബാറക്ബാദ് ദേത്തെ ഹൈ. മുബാറക്ബാദ് എന്ന് പറഞ്ഞാൽ ആശംസ എന്നാണ് അർത്ഥം. അത് മുഅന്നസായ പദമായതിനാലാണ് ഈദ് കി എന്നുള്ള ഹർഫെ റബത്തോടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏക് ദൂസരേക്കോ ഈദ് കി മുബാറക്ബാദ് ദേത്തെ ഹൈ, അവർ പരസ്പരം എന്ത് ചെയ്യുന്നു, പെരുന്നാളിൻ്റെ ആശംസ നൽകുന്നുവെന്നർത്ഥം. ദേന എന്ന് പറഞ്ഞാൽ നൽകുക, ദേത്താഹ എന്നാൽ അതിൻ്റെ ഹാലാണ് നൽകുന്നു, അതിൻ്റെ ജംആണ് ദേത്തേഹൈ, അവർ നൽകുന്നുവെന്നർത്ഥം. ഓക്കെ, ഈദ് കി നമാസ് पढ़कर वापस आते हुए बच्चों के लिए तरह तरह के खिलौने और गुब्बारे वगैरह खरीदते हैं. ഓക്കെ, ഇനി നിസ്കാരം നിർവഹിച്ച് വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ തൻ്റെ വീടുകളിൽ തന്നെ കാത്തിരിക്കുന്ന ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് കളിപ്പാട്ടങ്ങളും ബലൂണുകളും വലിയ ആളുകൾ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുക എന്നുള്ള കാര്യമാണ് അടുത്തത്. ഒന്ന് ശ്രദ്ധിക്കുക. ഈദ് കി നമാസ് പഠ്കർ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചിട്ട്, പഠ്ന എന്നാൽ നമാസ് പഠ്ന എന്നാൽ നമസ്കാരം നിർവഹിക്കുക, പഠ്കർ എന്ന് പറഞ്ഞാൽ നിസ്കാരം നിസ്കരിച്ചിട്ട്, വാപ്പസ് ആത്തേ ഹുയെ മടങ്ങി വരുന്ന അവസരത്തിൽ, വാപ്പസ് ആന എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, വാപ്പസ് ആത്തേ ഹുയെ എന്ന് പറഞ്ഞാലോ മടങ്ങി വരുന്ന അവസരത്തിൽ, ബച്ചോं के लिए കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൊറഹ് തൊറഹ് കെ ഖിലോനെ, തൊറഹ് തൊറഹ് കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള എന്നാണ് അർത്ഥം കേട്ടോ. തൊറഹ് തൊറഹ് കെ ഖിലോനെ പലതരത്തിലുള്ള
ഖിലോന എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം എന്നാണ് അർത്ഥം. ഖിലോന അതിൻ്റെ ജംആണ് ഖിലോനെ, കളിപ്പാട്ടങ്ങളും. ഓർ ഗുബ്ബാറെ, ഗുബ്ബാറ എന്ന് പറഞ്ഞാൽ ബലൂണ് എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ഗുബ്ബാറെ, ബലൂണുകളും. വഗൈറ അതല്ലാത്ത കാര്യങ്ങളും ഖരീത്തേഹെ അവർ വാങ്ങുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം വാപസ് ആത്തെ ഹുയെ മടങ്ങി വരുന്ന അവസരത്തിൽ ബച്ചോं के लिए तरह तरह के खिलौने और गुब्बारे वगैरह खरीदते हैं. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളും ബലൂണുകളും അതല്ലാത്ത കാര്യങ്ങളും അവർ വാങ്ങുന്നു. ओके, घर आने के बाद घर के बड़े अपने छोटों को ईदी देते हैं. ഓക്കെ, പെരുന്നാൾ ദിവസത്തിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ വീട്ടിലൊക്കെ വലിയ ആളുകൾ ചെറിയ കുട്ടികൾക്ക് ഈദി നൽകാറുണ്ട്. ഈദി എന്ന് പറഞ്ഞാൽ പെരുന്നാൾ പണത്തിനാണ് പറയാം. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് മിഠായി വാങ്ങാൻ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയ സംഖ്യ നൽകാറുണ്ടല്ലോ. അതാണ് അടുത്തത് പറയുന്നത്. ഘർ ആനെ കെ ബാദ് വീട്ടിലേക്ക് വന്നതിന് ശേഷം. ഘർ ആന എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരിക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഘർ ആനെ കെ ബാദ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഘർ കെ ബഡെ വീട്ടിലുള്ള വലിയ ആളുകൾ അപ്പിനെ ചോട്ടോങ്കോ സ്വന്തം ചെറിയ കുട്ടികൾക്ക്, അതായത് സ്വന്തം വീട്ടിലുള്ള ചെറിയവർക്ക് ഈദി ദേത്തെ ഹൈ പെരുന്നാൾ പണം നൽകുന്നുവെന്നർത്ഥം. ഈദി എന്ന് പറഞ്ഞാൽ പെരുന്നാൾ പണം എന്നാണ് അർത്ഥം. ഈദി കെ പൈസോं से बच्चे तरह तरह की चीज़ें खरीदते हैं. ഈദി കെ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ പണത്തിൻ്റെ, പൈസോൻസെ പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുന്നത് തന്നെ കാശ് എന്നർത്ഥം. അപ്പോൾ ഈദി കെ പൈസോൻസെ ഈ പെരുന്നാൾ പണം കൊണ്ട് ബച്ചെ കുട്ടികൾ തൊറഹ് തൊറഹ് കി ചീസെ പല തരത്തിലുള്ള വസ്തുക്കളും ഖരീദത്തെ ഹൈ വാങ്ങുന്നുവെന്നർത്ഥം. ഓക്കെ, ഈദ് കെ മൗഖാ പർ ഘറോ മേ ഖാനെ പീനെ കാ ഖാസ് ഇന്തിസാം ഹോത്താ ഹെ. നമുക്കറിയാം പെരുന്നാൾ ദിനത്തിൽ വേറെ ഏത് ദിവസത്തിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിലും പെരുന്നാൾ ദിനത്തിൽ വീട്ടിലുള്ള എല്ലാവരുമൊക്കെ കൂടിയിട്ട് ഒരേ ടേബിളിലിരുന്ന് ഒരു ചിട്ടയോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടാകുമല്ലോ. അതാണ് അടുത്തത് പറയുന്നത്. ഈദ് കെ മൗഖാ പർ പെരുന്നാളിൻ്റെ അവസരത്തിൽ. മൗഖാ എന്ന് പറഞ്ഞാൽ സന്ദർഭം, അവസരം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഈദ് കെ മൗഖാ പർ പെരുന്നാളിൻ്റെ അവസരത്തിൽ ഘറോമേ വീടുകളിൽ ഖാനെ പീനേക്ക തിന്നാനും കുടിക്കാനും ഖാസ് ഇന്തിസാം ഹോത്താ ഹെ. ഇന്തിസാം എന്ന് പറഞ്ഞാൽ ചിട്ട, ക്രമീകരണം എന്നൊക്കെയാണ് അർത്ഥം. ഖാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു ക്രമീകരണം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ പെരുന്നാൾ ദിനത്തിൽ പ്രത്യേക തരത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത്. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് സന്തോഷത്തോടു കൂടെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എന്നർത്ഥം. ഇസ് മൗഖാ പർ ഈ ഒരു അവസരത്തിൽ, ഇസ് മൗഖാ പർ ഈ അവസരത്തിൽ ദോസ്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, റിഷ്തേദാർ എന്നാൽ കുടുംബക്കാർ, സബ് മിൽക്കർ എല്ലാവരും ചേർന്നിട്ട് മുഖ്തലിം ഖിസ്ം കെ പക്വാൻ ഖാത്തെ ഹൈ. മുഖ്തലിം ഖിസ്ം കെ, ഖിസ്ം എന്ന് പറഞ്ഞാൽ ഇനം, മുഖ്തലിഫ് വ്യത്യസ്തമായ, അപ്പോൾ വ്യത്യസ്തമായ ഇനത്തിലുള്ള പക്വാൻ ഖാത്തെ ഹൈ. പക്വാൻ എന്ന് പറഞ്ഞാൽ പലഹാരം എന്നാണ് അർത്ഥം. ഖാന എന്നാൽ ഭക്ഷിക്കുക, ഖാത്തെ ഹൈ അവർ ഭക്ഷിക്കുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ പെരുന്നാളിൻ്റെ അവസരത്തിൽ വീട്ടിലുള്ള കുടുംബക്കാരെയും കൂട്ടുകാരെയും എല്ലാവരും ചേർന്നിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പലഹാരങ്ങൾ വീട്ടുകാർ കഴിക്കാറുണ്ട് എന്നർത്ഥം. ഓക്കെ, നമുക്കറിയാം പെരുന്നാൾ ദിനത്തിൽ നമ്മൾ മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല, മറിച്ച് മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിമീങ്ങളും മുസ്ലിങ്ങളോടൊപ്പം ചേരാറുണ്ട്. ഓക്കെ, പരസ്പരം പലഹാരങ്ങൾ കൈമാറലും സന്തോഷം പങ്കിടലൊക്കെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് അടുത്തത്. ഗൈർ മുസ്ലിം ഹസറാത്ത് ബി ഇസ് മൗഖാ പർ ഷരീക് ഹോക്കർ ഖുശി കാ ഇസ്ഹാർ കർത്തെ ഹൈ. ഓക്കെ, ഗൈർ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലാത്ത ഹസറാത്ത് എന്ന് പറഞ്ഞാൽ ഹസറത്ത് എന്നുള്ളതിൻ്റെ ജംആണ് വ്യക്തിത്വം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അമുസ്ലിമീങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങളും ഹസറാത്ത് ബി വ്യക്തിത്വങ്ങളും ഇസ് മൗഖാ പർ ഈ അവസരത്തിൽ ഷരീക്ക് ഹോക്കർ പങ്കാളികളായിട്ട്, ഷരീക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളി, ഷരീക്ക് ഹോക്കർ പങ്കാളിയായിട്ട് ഖുശി കാ ഇസ്ഹാർ കർത്തെ ഹൈ. ഖുശി എന്നാൽ സന്തോഷം, ഇസ്ഹാർ കർണ എന്ന് പറഞ്ഞാൽ പ്രകടമാക്കുക. അപ്പോൾ മുസ്ലിമീങ്ങൾ കൂടി ഈ ഒരു സന്തോഷത്തിൽ പങ്കാളികളായിട്ട് അവരുടെ സന്തോഷവും പ്രകടമാക്കുന്നുവെന്നർത്ഥം. ഓക്കെ, വോ അപ്നെ മുസൽമാൻ ഭായിയോं को ഈദ് की മുബാറക്ബാദ് പേഷ് കർത്തെ ഹൈ. വോ എന്നാൽ
ആ അമുസ്ലിമീങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അപ്പനെ മുസൽമാൻ ഭായിയോക്കോ അവരുടെ മുസ്ലിമീങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഈദ് കി മുബാറക്ബാദ് പെരുന്നാളിൻ്റെ ആശംസ പേഷ് കർത്തേ ഹൈ ആശംസിക്കുന്നുവെന്നർത്ഥം, അർപ്പിക്കുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ മുസ്ലിമീങ്ങളും എന്ത് ചെയ്യാറുണ്ട്? ഈദ് ആശംസകൾ, പെരുന്നാൾ ആശംസകൾ എന്ന് മുസ്ലിമീങ്ങളെ ആശംസിക്കാറുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓ അപ്പനെ മുസൽമാൻ ഭായിയോക്കോ അവരുടെ മുസ്ലിമീങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്കും ഈദ് കി മുബാറക്ബാദ് പേഷ് കർത്തേ ഹൈ ഈദ് ആശംസിക്കുന്നുവെന്നർത്ഥം. ഓക്കെ, ഈദ് കെ ദിൻ ഈദ്ഗാഹ് കെ ബാഹർ ഓർ ഷഹർ മേ ജഗാ ജഗാ മേള ലഗ്താ ഹൈ. ഓക്കെ, അതായത് പെരുന്നാൾ ദിനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള മേളകൾ, ഉത്സവങ്ങൾ ഉണ്ടാകും. ഉത്സവം എന്ന് പറയുന്നത് ആളുകൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളിലും കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടാകുമല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈദ് കെ ദിൻ പെരുന്നാളിൻ്റെ ദിനത്തിൽ ഈദ്ഗാഹ് കെ ബാഹർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ മൈതാനത്തിൻ്റെ പുറത്ത്, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, ഓർ ഷഹർമേ എന്നുള്ളതുപോലെ പട്ടണത്തിലും, ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം, അവിടെയെല്ലാം ജഗാ ജഗ പലയിടങ്ങളിലായിട്ട് എന്നാണ് ജഗാ ജഗ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അപ്പോൾ ജഗാ ജഗ പലയിടങ്ങളിലായിട്ട് മേള ലഗ്താഹെ. മേള എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന മേള അല്ലെങ്കിൽ ഉത്സവം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മേളകൾ ഉണ്ടാകുന്നുവെന്നർത്ഥം. ലഗ്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക എന്നുള്ള അർത്ഥം വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ പല സ്ഥലങ്ങളിലും ആളുകൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലഭിക്കുന്ന ധാരാളം മേളകൾ ഉണ്ടാവാറുണ്ട്. മിഠായി ഓർ ഖിലോനോ കി ദുക്കാനെ സജായി ജാത്തി ഹൈ. മിഠായി എന്ന് പറഞ്ഞാൽ മിഠായി എന്ന് തന്നെ. ഓർ ഖിലോനോ കി, ഖിലോന എന്നാൽ കളിപ്പാട്ടം, അതിൻ്റെ ജംഅ് കിലോനോ എന്നുകൂടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കിലോനോ കി ദുക്കാനെ, ഈ മിഠായികളുടെയും കളിപ്പാട്ടങ്ങളുടെയും കടകൾ സജായി ജാത്തി ഹൈ. സജാന എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്കരിക്കുക എന്നാണ് നമ്മൾ പഠിച്ചിരുന്നല്ലോ. സജായി ജാന എന്ന് പറഞ്ഞാലോ അലങ്കരിക്കപ്പെടുക. സജായി ജാത്തി ഹൈ അലങ്കരിക്കപ്പെടുന്നു. ഓക്കെ, ഹിന്ദുലേ ഭി ലഗായെ ജാത്തെ ഹൈ ജിൻമേ ബच्चे झूला झूलते हैं. ഹിന്ദുല എന്നാൽ ഊഞ്ഞാൽ എന്നാണ് അർത്ഥം. ഓക്കെ, ലഗാന, ഹിന്ദുല ലഗാന എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ കെട്ടുക. ഓക്കെ, അപ്പോൾ ഹിന്ദുലേ ഭി ലഗായെ ജാത്തെ ഹൈ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലുകളും കെട്ടപ്പെടുന്നുവെന്നർത്ഥം. ഓക്കെ, ലഗാന എന്നാൽ കെട്ടുക, ലഗായെ ജാന എന്നാൽ കെട്ടപ്പെടുക. ലഗായെ ജാത്തെ ഹൈ കെട്ടപ്പെടുന്നു. ജിൻമേ ഏതിലാണോ, എങ്ങനത്തെ ഊഞ്ഞാലാണ് എന്നുള്ളതിനാണ് ജിൻമേ ഏതിലാണോ, ബच्चे झूला झूलते हैं കുട്ടികൾ ഊഞ്ഞാലാടുന്നത് എന്നർത്ഥം. झूല എന്ന് പറഞ്ഞാലും ഹിന്ദുല എന്ന് തന്നെയാണ്, ഊഞ്ഞാൽ എന്നാണ് അർത്ഥം. झूलന എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ കുട്ടികൾ ഊഞ്ഞാലാടുന്ന ഊഞ്ഞാലുകളും പലയിടങ്ങളിലായിട്ട് കെട്ടപ്പെടുന്നു. ഓക്കെ, ഈദ് കെ ദിൻ ഹർ ഘർ മേ ബഡി റൗനക് ഹോത്തി ഹൈ और बाज़ारों में चहल पहल रहती है. हर तरफ खुशी का माहौल होता है. അവസാനത്തെ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഈദ് കെ ദിൻ പെരുന്നാൾ ദിനത്തിൽ ഹർ ഘർ മേ എല്ലാ വീടുകളിലും ബഡി റൗനക് ഹോത്തി ഹൈ. റൗനക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, പോക്കുവരവ്, തിക്കും തിരക്കും എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എല്ലാ വീടുകളിലും വളരെയധികം തിക്കും തിരക്കും ഉണ്ടാകുന്നു. ഓർ ബാസാറോ മേ കൂടാതെ അങ്ങാടികളിൽ ചഹൽ പഹൽ ലഹ്തി ഹൈ. ചഹൽ പഹൽ എന്ന് പറഞ്ഞാലും പോക്കുവരവ്, തിക്കും തിരക്കും, അതായത് ആളുകളൊക്കെ കൂടിയിട്ട് ആ ജഗ പുകയാകുന്ന അവസരത്തെക്കുറിച്ചാണ് നമ്മൾ ചഹൽ പഹൽ എന്ന് പറയുന്നത്. ആ ചഹൽ പഹൽ ലഹ്തി ഹൈ അങ്ങാടികളിൽ അത്തരത്തിലുള്ള തിക്കും തിരക്കുകളും ഉണ്ടാകുന്നു. ഹർ തൊറഫ് എല്ലാ ഭാഗത്തും ഖുശി കാ മാഹൗൽ ഹോത്താ ഹൈ സന്തോഷത്തിൻ്റെ, മാഹൗൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, ഹോത്താഹെ ആകുന്നുവെന്നർത്ഥം. അതായത് പെരുന്നാൾ ദിനത്തിൽ എല്ലായിടത്തും സന്തോഷത്തിൻ്റെ സന്ദർഭമായിരിക്കുമെന്നാണ് അവസാനം നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതായാലും ഇതോടുകൂടെ നമ്മുടെ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പാഠഭാഗത്ത് ഈ അവസാനത്തെ ഈ പാർട്ടിലായിട്ട് നമ്മൾ പുതുതായിട്ട് പഠിച്ച അല്പം ചില വാക്കുകളുണ്ട്, അവ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് ശ്രദ്ധിക്കുക. ഈദ്ഗാഹ് എന്നാൽ പെരുന്നാൾ നിസ്കരിക്കുന്ന മൈതാനത്തിനാണ് പറയുക. നമാസ് പഠന അല്ലെങ്കിൽ നമാസ് അദാ കർന നിസ്കരിക്കുക, നിസ്കാരം നിർവഹിക്കുക. ആപസ് മേ പരസ്പരം, ഗല കഴുത്ത്, ഗലേ മിൽന ആലിംഗനം ചെയ്യുക. മുബാറക്ബാദ് ആശംസ, വാപ്പസ് ആന മടങ്ങി വരിക. തൊറഹ് തൊറഹ് കെ വ്യത്യസ്ത തരത്തിലുള്ള, ഖിലോന കളിപ്പാട്ടം, ഗുബ്ബാറ ബലൂൺ, ഈദി പെരുന്നാൾ പണം, പൈസ പണം കാശ്, മൗക്ക സന്ദർഭം, ഇൻതിസാം ക്രമീകരണം
ചിട്ട, ദോസ്ത് കൂട്ടുകാരൻ, റിഷ്തേദാർ കുടുംബക്കാർ, മിൽന ചേരുക, പക്വാൻ പലഹാരം, ഹസരത്ത് വ്യക്തിത്വം, ഷരീഖ് പങ്കാളി, ഇസ്ഹാർ കർണ പ്രകടിപ്പിക്കുക, പേഷ് കർണ അർപ്പിക്കുക, ഷഹർ പട്ടണം, ജഗ ജഗ പലയിടത്തുമായി പലയിടങ്ങളിലായി, മേള ഉത്സവം മേള, ഹിണ്ടൂല ഊഞ്ഞാൽ, ഝൂല ഝൂൽന ഊഞ്ഞാലാടുക, ചഹൽ പഹൽ പൂക്കുവരവ് തിക്കും തിരക്കും, മാഹൗൽ അന്തരീക്ഷം. ഓക്കെ, ഇത്രയും പുതിയ വാക്കുകളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം അല്ലേ. ആദ്യത്തെ എക്സസൈസ് ലഫ്സ് ആർ മഅന, അതായത് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പുതുതായിട്ട് പഠിച്ച ഉറുദു വാക്കുകളും അതിൻ്റെ തന്നെ ഉറുദുവിലുള്ള അർത്ഥവുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന് നോക്കുക. മുഖററ റഖം, മുഖററ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കപ്പെട്ട നിശ്ചിതമായിട്ടുള്ള, റഖം എന്നാൽ സംഖ്യ എന്ന് പറഞ്ഞാൽ മുമ്പേ തീരുമാനിച്ചുറപ്പിച്ച സംഖ്യക്കാണ്, കാഷിനാണ് നമ്മൾ മുഖററ റഖം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ അതിൻ്റെ അർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്നത്. വോ റക്കം, അത്തരത്തിലുള്ള ഒരു സംഖ്യ. ജോ എങ്ങനത്തേതെന്നാൽ പഹ്ലേസെ ആദ്യം തന്നെ, ത്വയ് കർ ദി ജാത്തി, ത്വയ് കർ ദി ജായെ തീരുമാനിക്കപ്പെടുന്നുവെന്നർത്ഥം. ത്വയ് കർണ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ത്വയ് കർ ദേന എന്നൊക്കെ പറഞ്ഞാൽ തീരുമാനിക്കുക എന്നാണ്. ത്വയ് കർ ദി ജായ എന്ന് പറഞ്ഞാലോ തീരുമാനിക്കപ്പെടുന്നുവെന്നർത്ഥം. അപ്പോൾ മുമ്പേ തീരുമാനിച്ചുറപ്പിച്ച ഒരു സംഖ്യക്കാണ്, ഒരു നിശ്ചിത സംഖ്യ എന്നുള്ള അർത്ഥത്തിലാണ് മുഖററ റഖം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ വാക്ക് റമസാൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്ലാമി സാൽക്ക, ഇസ്ലാമിക വർഷത്തിലെ. നവ്വാം മഹീന, ഒൻപതാമത്തെ മാസം എന്നർത്ഥം. നൗ എന്നാൽ ഒൻപത്, നവ്വാ ഒൻപതാമത്തെ, മഹീന മാസം. ജിസ്മെ ഏതിലാണോ മുസൽമാൻ മുസ്ലിമീങ്ങൾ റോസെ രക്തേ ഹൈ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ മുസ്ലിമീങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാറുള്ള ഇസ്ലാമിക വർഷത്തിലെ ഒൻപതാമത്തെ മാസമാണ് റമസാൻ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. എന്നിരുന്നാലും മാലോ ദൗലത് കാ 40വാ ഹിസ്സ ജോ ഹർ സാൽ റാഹെ ഖുദാമേ ദിയാ ജായെ. നമുക്കറിയാം സക്കാത്തിന് വേണ്ടിയിട്ട് ഒരാൾ പലപ്പോഴും നൽകേണ്ടിയുള്ളത് തൻ്റെ സമ്പത്തിൻ്റെ 40 ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ഫിഖ്ഹിൽ നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ ഒരാൾ ഒരു വർഷത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർബന്ധമായിട്ടും ചെലവഴിക്കേണ്ട ആ 40ാമത്തെ ഭാഗത്തിനാണ്. ഓക്കെ, അതായത് ഒരാളുടെ സ്വത്തിനെ 40 ഭാഗമാക്കിയാൽ ആ 40ാമത്തെ ഭാഗത്തിനാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മാലോ ദൗലത് കാ, മാൽ എന്ന് പറഞ്ഞാലും ദൗലത്ത് എന്ന് പറഞ്ഞാലും സമ്പത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ സമ്പത്തിൻ്റെ 40വാ ഹിസ്സ 40ാമത്തെ ഭാഗം. 40 എന്നാൽ 40, 40വാ എന്ന 40ാമത്തെ. ഓക്കെ, നൗ എന്നാൽ 9, നവ്വാ എന്നാൽ 9ാമത്തെ എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അപ്പോൾ മാല ദൗലത്ത് കാ 40വാ ഹിസ്സ സമ്പത്തിൻ്റെ 40ാമത്തെ ഭാഗം. ജോ എങ്ങനത്തേതെന്നാൽ ഹർ സാൽ എല്ലാ വർഷവും, രാഹെ ഖുദാമെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. രാഹ് റഹ് എന്നൊക്കെ പറഞ്ഞാൽ വഴി, മാർഗം എന്നാണ്. രാഹെ ഖുദ എന്ന് പറഞ്ഞാലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദിയാജായെ നൽകപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും നൽകപ്പെടാറുള്ള, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകപ്പെടാറുള്ള 40ാമത്തെ ഹിസ്സക്കാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ്കെ അസുൽ മഅന ഹൈ പാക് കർണ. സക്കാത്ത് എന്നുള്ളതിൻ്റെ അസുലിയായിട്ടുള്ള അർത്ഥം, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം പാക് കർണ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഗോയ ഇസ് റക്കം കോ അദാ കർണേ സെ ബാക്കി മാല ദൗലത്ത് പാക് ഹോ ജാത്തി ഹെ. ഓക്കെ, സക്കാത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം പാക് കർണ ശുദ്ധിയാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ശുദ്ധിയാക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള പാക് കർണ എന്നുള്ളത് സക്കാത്തിന് പേര് വന്നത്? അതാണ് അടുത്തത്. ഗോയ ആയേക്കാം. ഗോയ എന്ന് പറഞ്ഞാൽ ആയേക്കാം. ഉസ് റക്കം കോ ആ ഒരു സംഖ്യയെ അദാ കർണേസെ വീട്ടുന്നതിലൂടെ, നിർവഹിക്കുന്നതിലൂടെ, ബാക്കി മാല ദൗലത്ത് അതല്ലാത്ത ബാക്കിയുള്ള സമ്പത്ത് പാക് ഹോ ജാത്തി ഹെ അത് ശുദ്ധിയായേക്കാം എന്നർത്ഥം. അതായത് ഈ സക്കാത്തിൻ്റെ പണം അതിൻ്റെ അർഹർക്ക് നൽകുന്നതോടുകൂടെ ഒരാളുടെ ബാക്കിയുള്ള സമ്പത്ത് അള്ളാഹു തആല അതിനോട് ശുദ്ധിയാക്കുന്നു. അപ്പോൾ ശുദ്ധിയാക്കുക എന്നുള്ള ഒരു അർത്ഥം അതിൽ ഉള്ളത് കൊണ്ടാണ് സക്കാത്തിന് അങ്ങനെ പേര് വന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അത്തർ എന്ന് പറഞ്ഞാൽ നമുക്ക്
സുഗന്ധമെന്നറിയാവുന്നതാണ് ഖുഷ്ബു. ഓക്കെ, റൗനഖ് എന്നാൽ ചഹൽ പഹൽ, പോക്കുവരവ്, തിക്കും തിരക്കും എന്നൊക്കെയാണ് അർത്ഥം. ഈദ്ഗാഹ് എന്ന് പറഞ്ഞാലോ വോ ജഗ, അത്തരത്തിലുള്ള ഒരു സ്ഥലം, ജഹാ എവിടെയാണോ ഈദ് കി നമാസ് അദാ കി ജാത്തി ഹെ, പെരുന്നാൾ നിസ്കാരം നിർവഹിക്കപ്പെടുന്നു. അപ്പോൾ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്ന സ്ഥലം ഏതാണോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈദ്ഗാഹ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈദി എന്നുള്ള പദം ഓ രൂപേ, അത്തരത്തിലുള്ള രൂപ, കാശ്, ജോ എങ്ങനത്തതെന്നാൽ ഈദ് കെ ദിൻ, പെരുന്നാളിൻ്റെ ദിവസത്തിൽ, ബച്ചോ ഓർ ചോട്ടോങ്കോ, കുട്ടികൾക്കും ചെറിയവർക്കും, ഈദ് കി ഖുശീമേ, പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ, ദിയേ ജാത്തെ ഹൈ, നൽകപ്പെടുന്നു. അപ്പോൾ പെരുന്നാൾ ദിനത്തിൽ ആ ഒരു സന്തോഷത്തിൽ കുട്ടികൾക്ക് ചെറിയവർക്കൊക്കെ നൽകപ്പെടുന്ന ആ കാശിനെ കുറിച്ചാണ് നമ്മൾ ഈദി എന്ന് പറയുന്നത്, പെരുന്നാൾ പണം എന്ന് പറയുന്നത്. ഹിൻഡൂല എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു വാക്കാണ് ജൂല എന്നുള്ളത്, ഊഞ്ഞാലി എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് നോക്കാം. സോച്ചിയെ ബത്തായെ ഔർ ലിഖിയെ, ചിന്തിക്കൂ, പറയൂ, എഴുതൂ. അതിന് താഴെ നമുക്ക് 5 ചോദ്യങ്ങൾ കാണാം. ആ 5 ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ നിങ്ങൾ എഴുതണം. ഒന്നാമത്തെ ചോദ്യം, മുസൽമാനോ കാ സബ്സെ ബഡാ തെഹ്വാർ കോൺസാ ഹെ, മുസൽമാനോ കാ, മുസ്ലിമീങ്ങളുടെ, സബ്സെ ബഡാ, ഏറ്റവും വലിയ, തെഹ്വാർ, ആഘോഷം, കോൺസാഹെ, ഏതാകുന്നു എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം എന്താകുന്നു? ഇനി രണ്ടാമത്തെ ചോദ്യം, ഈദ് കാ തെഹ്വാർ കിസ് മഹീനെ കെ ബാദ് ആതാ ഹെ, ഈദ് കാ തെഹ്വാർ, പെരുന്നാൾ എന്നുള്ള ആഘോഷം, കിസ് മഹീനെ കെ ബാദ്, ഏത് മാസത്തിന് ശേഷം ആതാഹെ വരുന്നു. അപ്പോൾ ഏത് മാസത്തിന് ശേഷമാണ് പെരുന്നാൾ ദിനം വരുന്നത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി ജീമ് മൂന്നാമത്തെ ചോദ്യം, ഈദുൽ ഫിത്തർ കോ മീഠി ഈദ് ക്യോ കഹ്തേ ഹൈ, ഈദുൽ ഫിത്തർ കോ, ഈ ചെറുപെരുന്നാൾ, ചെറിയ പെരുന്നാളിനെ, മീഠി ഈദ്, മധുരമുള്ള പെരുന്നാൾ എന്ന്, ക്യോ കഹ്തേ ഹെ, എന്തുകൊണ്ടാണ് പറയുന്നത്? ഓക്കെ, അപ്പോൾ മീഠി ഈദ് എന്ന് ഈ പെരുന്നാളിനെ പറയാനുള്ള കാരണം എന്താണ് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരമെല്ലാം നമ്മുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തെ ചോദ്യം, മുസൽമാൻ ഈദ് കി നമാസ് കഹാ പഠ്തേ ഹൈ, മുസൽമാൻ, മുസ്ലിമീങ്ങൾ, ഈദ് കി നമാസ്, പെരുന്നാളിൻ്റെ നിസ്കാരം, കഹാ പഠ്തേ ഹൈ, എവിടെ വെച്ചിട്ടാണ് നിർവഹിക്കുന്നത്? ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം, റോസ കബ്സെ കബ് തക് ജാരി രഹ്താ ഹെ, റോസ, നോമ്പ്, കബ്സെ, എപ്പോൾ മുതൽ, കബ് തക്ക്, ഏതുവരെ, എപ്പോൾ വരെ, ജാരി രഹ്താ ഹെ, നിലനിൽക്കുന്നു. ഓക്കെ, കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ, കബ്സെ കബ് തക്, എപ്പോൾ മുതൽ എപ്പോൾ വരെ, ജാരി രഹ്താ ഹെ, ഈ നോമ്പ് നിലനിൽക്കുന്നുവെന്നതാണ് അഞ്ചാമത്തെ ചോദ്യം. അതുകൂടി നിങ്ങൾ എഴുതണം എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ള ഒരു ചെറിയ ഭാഗമാണ്. ഇൻ ജുംലോക്കോ, താഴെ നൽകിയിട്ടുള്ള ജുംലകളെ സ്വഹീഹ് ലഫ്സെ, ശരിയായിട്ടുള്ള പദത്തിനാൽ, മുക്കമ്മൽ കീജിയെ, പൂർത്തിയാക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഓരോ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഡാഷും നൽകിയിട്ടുണ്ട്. അവിടെ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ നിന്നും, ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തി എഴുതാനാണ്. ഒന്നാമത്തേത് ഈദ് ഡാഷ് കാ സബ്സെ ബഡാ തെഹ്വാർ ഹെ. ഓക്കെ, അവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് പൂരിപ്പിക്കണം. രണ്ടാമത്തേത് മുസൽമാൻ റംസാൻ കെ പൂരെ ഡാഷ് റോസെ രഖ്തേ ഹൈ. മൂന്നാമത്തേത് കൈ ദിൻ പഹ്ലെ സെ ഈദ് की तैयारियां डैश हो जाती हैं. ഓക്കെ, ഇനി അടുത്തത് चूड़ियों की दुकानों पर डैश की भीड़ लगी होती है. അഞ്ചാമത്തത് ഘർ കെ ബഡെ അപ്നെ ചോട്ടോं को ഡാഷ് ദേത്തെ ഹൈ. ഇതൊക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ്. അത് നോക്കിയിട്ട് നിങ്ങൾ ആ ബ്രാക്കറ്റിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരം എടുത്തിട്ട് പൂരിപ്പിക്കണമെന്നർത്ഥം. ഓക്കെ, ഇനി നാലാമത്തെ एक्सरसाइज നോക്കാം. इस सबक में कुछ लफ्ज़ों को दो बार एक साथ इस्तेमाल किया गया है. ഓക്കെ, നമ്മൾ ഈ പാഠഭാഗത്ത് വ്യത്യസ്തമായിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ, ഉദാഹരണത്തിന് അലഗ് അലഗ്, അപ്നി അപ്നി, തൊറഹ് തൊറഹ്, ജഗ ജഗ എന്നൊക്കെ നമുക്ക് പാഠഭാഗത്ത് നമ്മൾ പഠിച്ചുവല്ലോ. ഓക്കെ, അലഗ് അലഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം വ്യത്യസ്തമായ, ഓക്കെ, തൊറഹ് തൊറഹ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള, ജഗ ജഗ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായി. ഓക്കെ, അപ്പോൾ രണ്ട് ഒരേ വാക്കുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പദങ്ങൾ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ എക്സസൈസിൽ പറയുന്നത്. ഈ സബഖമേ, ഈ പാഠഭാഗത്ത് കുച്ച് ലഫ്സോക്കോ, ചില പദങ്ങളെ ദോ ബാർ, രണ്ട് വീതം തവണ, ബാർ എന്ന് പറഞ്ഞാൽ തവണ, ദോ എന്ന് പറഞ്ഞാൽ രണ്ട്, ദോ ബാർ എന്ന് പറഞ്ഞാൽ രണ്ട് വീതം തവണ, ഏക് സാത്ത് എന്ന് പറഞ്ഞാൽ
കൂടെ ഒപ്പമായിട്ട് ഇസ്തിഅമാൽ കിയാ ഗയാ ഹെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ജൈസെ അലഗ് അലഗ്, അപ്നി അപ്നി, തൊറഹ് തൊറഹ്, ജഗ ജഗ, ഈ 4 പദങ്ങളെയും പോലെ. ഓക്കെ, അലഗ് അലഗ് ഒരേ വാക്ക് തന്നെ 2 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, കൂടെയായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ജിൻ ജുംലോമോ ഇസ് തറഹ് के लफ्ज़ों को इस्तेमाल किया गया है उन्हें തലാഷ് കർക്കെ യഹാ ലിഖിയെ എന്നുള്ളതാണ് ചോദ്യം. ജിൻ ജുംലോമേ ഏത് ജുംലകളിൽ ഇസ് തറഹ്ക്കെ ഇത്തരത്തിലുള്ള ലഫ്സോങ്കോ പദങ്ങളെ ഇസ്തിഅമാൽ കിയാ ഗയാ ഹെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ഉനെ അവയെ തലാഷ് കർക്കെ തിരഞ്ഞിട്ട്, തലാഷ് കർണ എന്ന് പറയുന്നാൽ തിരയുക എന്നാണ് അർത്ഥം, അതിനെ തിരഞ്ഞിട്ട് യഹാ ലിഖിയെ ഈ താഴെ തന്നിട്ടുള്ള ഈ 5 വരികളിലായിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം അപ്നി അപ്നി, തൊറഹ് തൊറഹ്, അലഗ് അലഗ് എന്ന് പോലത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ ഉള്ള സെൻറ്റൻസുകൾ പാഠഭാഗത്ത് നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഇനി 5ാമത്തെ ചോദ്യം, ഇസ് സബഖ് സെ 3 ഐസെ ജുംലെ ചുൻ കർ ലിഖിയെ ജിൻമേ സിഫത്ത് കാ ഇസ്തിഅമാൽ ഹുവാ ഹെ. നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിലായിട്ട് സിഫത്തിനെ കുറിച്ച് പഠിച്ചിരുന്നുവല്ലോ, അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സസൈസാണ് അടുത്തത്. ഇസ് സബഖ് സെ ഈ പാഠത്തിൽ നിന്നും 3 ഐസെ ജുംലെ 3 ഇത്തരത്തിലുള്ള ജുംലകൾ ചുൻ കർ ലിഖിയെ തിരഞ്ഞെടുത്ത് എഴുതൂ. ചുന്ന എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ചുൻകർ തിരഞ്ഞെടുത്തിട്ട് ലിഖിയെ എഴുതൂ. ജിൻമേ ഏതിലാണോ സിഫത്ത് കാ ഇസ്തിഅമാൽ ഹുവാ ഹെ സിഫത്തിൻ്റെ ഉപയോഗം വന്നിട്ടുള്ളത്. അപ്പോൾ സിഫത്ത് എന്നുള്ള സിഫത്തായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പദങ്ങൾ ഉള്ള 3 ജുംലകൾ എഴുതാനാണ് 5ാമത്തെ എക്സസൈസിൽ പറയുന്നത്. ഓക്കെ, ഇനി 6ാമത്തത് ഹിന്ദുസ്ഥാൻ കെ 5 മഷ്ഹൂർ തെഹ്വാറോं के नाम लिखिए. ഹിന്ദുസ്ഥാൻ കെ ഇന്ത്യയിലെ 5 മഷ്ഹൂർ തെഹ്വാറോं के പ്രശസ്തമായിട്ടുള്ള ആഘോഷങ്ങളുടെ നാം ലിഖിയെ പേരെഴുതൂ എന്നുള്ളതാണ്. ഈ പാഠഭാഗത്ത് തന്നെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാനിൽ അറിയപ്പെട്ടിട്ടുള്ള അല്പം ചില ആഘോഷങ്ങൾ, അവയെ എഴുതാനായിട്ടാണ് 6ാമത്തെ എക്സസൈസിൽ പറയുന്നത്. ഓക്കെ, ഇനി 7ാമത്തെ എക്സസൈസ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ധാരാളം തവണ മുഹാവറ എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലേ, പ്രയോഗങ്ങൾ എന്നർത്ഥം. അതായത് ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവ ഓരോന്നിൻ്റെയും അർത്ഥങ്ങൾ നമുക്ക് ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ എന്തായിക്കൊള്ളണമെന്നില്ല, അത് ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മൾ മലയാളത്തിലും അങ്ങനത്തെ പ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ചക്കയിട്ടപ്പോൾ മുയൽ കിട്ടി, ഓക്കെ, എന്നുള്ളത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുമ്പോഴാണല്ലോ. ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഇതാണ്, പക്ഷെ നമുക്ക് കിട്ടിയത് അതിനേക്കാളും നല്ലതായിട്ടുള്ള ഒരു റിസൾട്ടാണ് എങ്കിൽ നമ്മളിവിടെ പറയുന്നതാണ് എന്ത്, ചക്കയിട്ടപ്പോൾ മുയലിനെ കിട്ടി എന്നുള്ളത്. അവിടെ ചക്ക എന്നുള്ളതിനും മുയൽ എന്നുള്ളതിനും പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാകാറില്ല. ഓക്കെ, എന്നുള്ളത് പോലെ ഉറുദുവിലും അത്തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത എക്സസൈസിൽ 7ാമത്തെ എക്സസൈസിൽ പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. दिए गए इशारे के मुताबिक मुहावरों के मायना की निशान दही कीजिए. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ദിയെ ഗിയെ ഇഷാറയ്ക്ക് മുത്താബിക് അവിടെ നൽകപ്പെട്ടിട്ടുള്ള, ദേന എന്നാൽ നൽകുക, ദിയെ ജാന എന്ന് പറഞ്ഞാലോ നൽകപ്പെടുക. അപ്പോൾ ദിയെ ഗിയെ ഇഷാറയ്ക്ക് മുത്താബിക് നൽകപ്പെട്ടിട്ടുള്ള സൂചനക്കനുസരിച്ച് മുഹാവറോं के मायना ഈ മുഹാവറകളുടെ പ്രയോഗങ്ങളുടെ അർത്ഥങ്ങളെ മൈനാ കി നിഷാൻ ദഹി കീജിയെ. നിഷാൻ എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അർത്ഥം. നിഷാൻ ദഹി കർണ എന്ന് പറഞ്ഞാലോ അടയാളപ്പെടുത്തുക എന്നാണ്. അപ്പോൾ നിഷാൻ ദഹി കീജിയെ അതിൻ്റെ അർത്ഥങ്ങളെ അടയാളപ്പെടുത്തുമെന്നതാണ് ചോദ്യം. ഓക്കെ, അതിന് താഴെ മുഹാവറ എന്ന് പറഞ്ഞുകൊണ്ട് 1 2 3 4 5 6 7 പ്രയോഗങ്ങൾ ഉറുദുവിലുള്ളത് നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ മൈന എന്നുള്ള പേരിൽ 7 അർത്ഥങ്ങളും നമുക്ക് കാണാവുന്നതാണ് അല്ലേ. അപ്പോൾ വലത് ഭാഗത്ത് ഉറുദുവിലുള്ള ഓരോ പ്രയോഗങ്ങളാണുള്ളത്, ഇടത് ഭാഗത്ത് അതിൻ്റെ ഉറുദുവിൽ തന്നെയുള്ള അർത്ഥങ്ങളാണുള്ളത്. അവ ഓരോന്നിൻ്റെയും യോജിപ്പിക്കാനാണ് ചോദ്യത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി മുഹാവറയിലേക്ക് കടക്കാം. ആദ്യത്തേത് ജാൻ ചുടാന. ജാൻ ചുടാന എന്ന് പറഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടുക, രക്ഷപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അതിൻ്റെ ഇടത് ഭാഗത്തിലുള്ള പീച്ച ചുടാന എന്നുള്ള വാക്കാണ് അതിൻ്റെ അർത്ഥമായിട്ടുള്ളത്. ഓക്കെ, ജ ആയിട്ട് വന്നിട്ടുള്ള അർത്ഥമാണ് എന്നർത്ഥം. ഇനി 2ാമത്തേത് പാലാ പടഞ്ഞ.
പാലാ പഠന എന്നാൽ ബന്ധപ്പെടുക, കണ്ടുമുട്ടുക എന്നൊക്കെയാണ് അർത്ഥം. അതേ അർത്ഥത്തിലുള്ള ഇടത് ഭാഗത്തുള്ള വാക്കാണ് വാസിത പഠന എന്നുള്ളത്. ഓക്കെ, ബന്ധപ്പെടുക എന്നാണ് വാസിത പഠന എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഇനി മൂന്നാമത്തത് ആടെ ഹാത്തോ ലേന. ആടെ ഹാത്തോ ലേന എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ ഉറുദുവിലുള്ള അർത്ഥമാണ് രണ്ടാമത്തത് ബാ ആയിട്ട് നൽകിയിട്ടുള്ളത് ബുറാഭല കഹ്ന എന്നുള്ളത്. ഓക്കെ, ഇനി നാലാമത്തത് നാക് മേ ദം കർണ എന്ന് പറഞ്ഞാൽ നന്നായി ബുദ്ധിമുട്ടിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ നേരെ തന്നെയുള്ള പരേഷാൻ കർണ എന്നുള്ളതാണ് അതിൻ്റെ ഉറുദുവിലുള്ള അർത്ഥം. ഇനി അടുത്തത് അപ്ന ഉല്ലു സീധാ കർണ എന്നാൽ സ്വന്തം കാര്യം നോക്കുക. ഓക്കെ, ബാക്കിയുള്ളവരെയൊന്നും പരിഗണിക്കാതെ സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ് അപ്ന ഉല്ലു സീധാ കർണ എന്ന് പറയുന്നത്. അതിൻ്റെ ഉറുദുവിലുള്ള അർത്ഥം അപ്ന മത്ലബ് നിക്കാൽന എന്നുള്ള ആ വാവ് എന്ന് നൽകിയിട്ടുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനി അടുത്തത് ഹവാക്കെ ഘോഡെ പർ സവാർ ഹോന എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വിജയിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ ഉറുദുവിലുള്ള അർത്ഥം മറുഭാഗത്ത് ജീമായിട്ട് നൽകിയിട്ടുള്ള ജൽദ് ബാസി കർണ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അവസാനത്തത് താക്മേ രഹ്ന എന്നാൽ കാത്തിരിക്കുക, തിരയുക എന്നൊക്കെയാണ് അർത്ഥം. അതാണ് ഇടത് ഭാഗത്ത് അലിഫ് എന്ന് നൽകിയിട്ടുള്ളത്. തലാഷ്മേ രഹ്ന എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക, തിരയുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഏതായാലും ആ മുഹാവറകൾ ഉസ്താദ് പറഞ്ഞതുപോലെ നിങ്ങൾ യോജിപ്പിക്കണം. ഇനി അതിന് താഴെ നമുക്ക് അല്പം ചില ഫോട്ടോകൾ, ചില ചിത്രങ്ങൾ കാണാവുന്നതാണ്. അവക്കുള്ള വാക്കുകളും നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉറുദുവിലുള്ള വാക്കെന്താണോ അത് അവിടെ എഴുതി കൊടുക്കണമെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഈദ് കാർഡ് മേ റംഗ് ഭരിയെ അപ്നാ നാം ഓർ പത്താ ലിഖിയെ. ഈദ് കാർഡ് മേ പെരുന്നാൾ കാർഡിൽ റംഗ് ഭരിയെ നിറം നിറക്കൂ എന്ന് പറഞ്ഞാൽ നിറം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്നാ നാം ഓർ പത്താ ലിഖിയെ, അതിന് താഴെ ഒരു നെയിം സ്ലിപ്പ് പോലത്തെ കാര്യമുണ്ട്. അവിടെ അപ്നാ നാം സ്വന്തം പേരും ഓർ പത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ്സും ലിഖിയെ എഴുതുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു പേജ് നിങ്ങൾ പുസ്തകത്തിൽ ആ ഫോട്ടോയ്ക്ക് നിങ്ങൾ കൃത്യമായിട്ടുള്ള നിറം കൊടുക്കുക. അതിന് താഴെ നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതണം എന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പേജിൽ നമുക്ക് ഇസ്ലാമിക കലണ്ടറിൽ നമുക്കറിയാം മുഹറം, സഫർ എന്ന് തുടങ്ങി ദുൽഹിജ്ജ വരെയുള്ള മാസങ്ങളാണ് അറബി മാസങ്ങളായിട്ട് നമ്മൾ പരിഗണിക്കാറുള്ളതല്ലേ. അപ്പോൾ ആ മാസങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഇസ്ലാമി കലണ്ടർ കെ 12 മഹീനോ കെ നാം യാദ് കീജിയെ. ഇസ്ലാമി കലണ്ടർ കെ, ഇസ്ലാമിക കലണ്ടറിലെ 12 മഹീനോ കെ നാം 12 മാസങ്ങളുടെയും പേര് യാദ് കീജിയെ, കാണാതെ പഠിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് നോക്കാം. മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇതിൽ റബീഉൽ സാനി എന്നാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി ജുമാദൽ അവൽ, ജുമാദൽ ഉഖ്റ എന്നും ജുമാദൽ സാനി എന്നും പറയാറുണ്ട്. റജബ്, ഷഅബാൻ, റമളാൻ, ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഓക്കെ, ഈ മാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ആർക്കെങ്കിലും ഒന്ന് ശ്രദ്ധ വിട്ട് പോയിട്ടുണ്ട് എങ്കിൽ ഒന്നുകൂടെ അതൊന്ന് കാണാതെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പിക്കണം. ഓക്കെ, ഇനി അടുത്തത് ബുലന്ദ് ആവാസെ പഠിയെ ഓർ ഖുശ് ഖത്ത് ലിഖിയെ എന്നുള്ളതാണ്. ബുലന്ദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം. അപ്പോൾ ബുലന്ദ് ആവാസെ പഠിയെ എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദത്തിൽ വായിക്കൂ, ഓർ ഖുശ് ഖത്ത് ലിഖിയെ എന്നിട്ട് നല്ലതുപോലെ എഴുതൂ എന്നാണ് പറയുന്നത്. അതിന് താഴെ നമുക്ക് 6 വാക്കുകൾ കാണാവുന്നതാണ്. ആ 6 വാക്കുകളും ഉച്ചരിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? അവിടെ കാണുന്ന കോളത്തിലായിട്ട് നല്ല രീതിയിൽ തന്നെ ഉറുദു എഴുതുന്നത് പോലെ തന്നെ പൂരിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സഹരി, ഇഫ്താർ, ഈദുൽ ഫിത്തർ, റൗനഖ്, ഹിൻഡൂല, തഖ്സീം എന്നുള്ള വാക്കുകളൊക്കെ ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതായാലും അവയെ നല്ല രീതിയിൽ തന്നെ ആ ഡാഷുകളിൽ നിങ്ങൾ പൂരിപ്പിക്കണം. ഓക്കെ, അതോടുകൂടെ ഈ പാഠം കഴിയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.